അഗ്നിപഥ് പദ്ധതിയിൽ ഘടനാപരമായ മാറ്റത്തിനാലോചിച്ച് കേന്ദ്ര സർക്കാർ വിമർശനങ്ങൾ ഒഴിവാക്കാൻ പരിഷ്കാരങ്ങൾ നടപ്പാക്കും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത് രാധാകൃഷ്ണനാണ്. ആർക്ക് ഈ പ്രായപരിധിയിലടക്കം മാറ്റം നടപ്പാക്കുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ വേണം ക്രിസ്റ്റ്യന കരുതാൻ. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും വർഷം ഈ പദ്ധതി നടപ്പാക്കിയ സാഹചര്യത്തിൽ ചില നിർദ്ദേശങ്ങൾ സേനകളുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. ആ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിന് പല ഘട്ടങ്ങളിൽ ധരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇതിന്റെ ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു നിർദ്ദേശം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാർ സേനകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത്തരം നിർദ്ദേശങ്ങൾ എല്ലാം ഒരുമിപ്പിച്ച് ക്രോഡീകരിച്ച് സമർപ്പിക്കാനായിട്ടാണ്. അത് പ്രകാരം ഈ വയസ്സിന്റെ കാര്യത്തിൽ അടക്കമുള്ളത്, യോഗ്യത എന്നുള്ളത് ഡിഗ്രി അടക്കമുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ടുള്ള അർഹത ഉൾപ്പെടെയുള്ളവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിഷ്കരണമായിരിക്കും ഉണ്ടാവുക. അഗ്നിപഥിന്റെ ഘടനാപരമായിട്ടുള്ള പരിഷ്കരണമാകും നടപ്പാക്കുക എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ചില വിമർശനങ്ങൾ അത് BJPയുടെ ഘടകകക്ഷിയായിട്ടുള്ള JDUവിന്റെ ഭാഗത്ത് നിന്നടക്കം അഗ്നിപഥിൽ ഉണ്ട്. നിലവിലുള്ള സാഹചര്യത്തിൽ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടി അനുകൂലമാക്കി മാറ്റാൻ JDUവിന്റെ അടക്കമുള്ള പിന്തുണ ഈ വിഷയത്തിൽ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അഗ്നിപഥിന്റെ ഈ ഘടനാപരമായിട്ടുള്ള പരിഷ്കരണം വഴി കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ക്രിസ്റ്റീന, ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് രാധാകൃഷ്ണനാണ്.